ഹായ്, എല്ലാവർക്കും ഡാസ്ലിംഗ് വേൾഡ് ഓഫ് റെസിപ്പീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു അവൽ പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പായസമാണ്. പിന്നെ ഓണമൊക്കെ വരാറായില്ലേ, അപ്പോൾ നമുക്ക് ചടപടാന്ന് പറഞ്ഞിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസം ഉണ്ടാക്കാം. അപ്പോൾ നമുക്കതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ പായസം ഉണ്ടാക്കാനുള്ള ഒരു പാത്രം എടുക്കുക. അതിലേക്ക് നമുക്ക് 1 കപ്പോളം അവൽ ചേർത്ത് കൊടുക്കാം. വെള്ള കളർ അവലായാലും ബ്രൗൺ കളർ അവലായാലും കുഴപ്പമൊന്നുമില്ല. അതേപോലെ തന്നെ നല്ല കട്ടിയുള്ള അവലായാലും കട്ടി കുറഞ്ഞ അവലായാലും കുഴപ്പമില്ല. കട്ടിയുള്ള അവലായിരിക്കും കുറച്ചും കൂടെ നന്നായിട്ട് വരാം. പക്ഷേ 2 അവൽ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ പായസം ഉണ്ടാക്കാം കേട്ടോ. എന്നിട്ട് നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതേപോലെ ഒന്ന് വറുത്തെടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ വളരെ നന്നായിട്ട് തന്നെ ആ ഒരു അവളുടെ ഒരു പച്ച മണമൊക്കെ മാറിയിട്ട് നന്നായിട്ട് മുരിഞ്ഞ് കിട്ടുന്ന വരെ നമുക്കിത് ഈ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ അവലൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്, നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. നമ്മളൊന്ന് എടുത്തിട്ട് ഒന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ ഒന്ന് പൊട്ടിപ്പോവും. നല്ലൊരു കിലുങ്ങണ പരുവായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ആ ഒരു സെയിം പാത്രത്തിലേക്ക് നമുക്ക് 1 ലിറ്ററോളം പാൽ ഒഴിച്ച് കൊടുക്കുക. പശുവിൻ പാലാണ് നമ്മളിവിടെ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്കിവിടെ ഒരു 1/4 കപ്പോളം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇത് ഒരു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ പാല് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊരു 5 മിനിറ്റോളം ഇതേപോലെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. അപ്പോൾ ഇതേപോലെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തോളൂ കേട്ടോ. ഇവിടെ നോൺ സ്റ്റിക്ക് പാത്രം ആയതുകൊണ്ടാണ് നമ്മളിവിടെ ഇടയ്ക്ക് അങ്ങനെ ഇളക്കാത്തത്. ഇപ്പോൾ അടിയിൽ പിടിക്കുന്ന പാത്രമൊക്കെ ആണെങ്കിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിയിൽ ശരിക്കും ഈ പാല് പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ. എന്നിട്ട് നമുക്കൊരു 5 മിനിറ്റ് ഇതേപോലെ നന്നായിട്ട് ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഇനി നമുക്കിതിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഓൾറെഡി പൊടിച്ച പഞ്ചസാര ഉള്ളതുകൊണ്ട് ഞാനിപ്പോൾ അതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് തരിയോട് കൂടിയിട്ടുള്ള പഞ്ചസാര ആയാലും ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ ഒരു 5 മിനിറ്റോളം നമ്മൾ ഈ പാല് നന്നായിട്ട് ഒന്ന് തിളപ്പിക്കുന്നുണ്ടായിരുന്നു. ഇനി നമുക്കിതിലേക്ക് അവൽ ചേർത്ത് കൊടുക്കാം. അതായത് നമ്മൾ നേരത്തെ നെയ്യിൽ വറുത്തെടുത്ത അവലുണ്ടല്ലോ, അത് നമുക്ക് ഈ നന്നായിട്ട് തിളച്ച ഈ പാലിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി അവൽ ഈ പാലിൽ കിടന്ന് നന്നായിട്ടൊന്ന് വേവണം. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. നമ്മുടെ അവലിന് അത്ര വേവൊന്നുമില്ല, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അതേപോലെ തന്നെ പെട്ടെന്ന് കുറുകിയും വരും. അതായത് നമ്മുടെ പാലായിട്ട് പെട്ടെന്ന് ചേർന്ന് കിട്ടും. അതുകൊണ്ട് തന്നെ ഇത് കൂടുതൽ നേരം ഇട്ട് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇപ്പം നമ്മുടെ പായസം നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നേരത്തെ നമ്മൾ കുറച്ച് പഞ്ചസാര മാത്രമേ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഈ സമയത്ത് നമുക്ക് കുറച്ചും കൂടെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 കപ്പിനും 1/2 കപ്പിനും ഇടയിലുള്ള ക്വാണ്ടിറ്റിയിലുള്ള പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ മധുരം അനുസരിച്ച് ടേസ്റ്റ് നോക്കിയിട്ട് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. നമ്മളിവിടെ പഞ്ചസാരയുടെ ഒപ്പം തന്നെ ഏലയ്ക്കും പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. രണ്ടും കൂടെ ഒരുമിച്ച് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം നിങ്ങൾ അങ്ങനെയല്ല ചെയ്തിരിക്കണമെങ്കിൽ നമ്മൾ അഡീഷണലായിട്ട് കുറച്ച് ഏലക്കപ്പൊടിയും കൂടെ നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇപ്പം നമ്മുടെ പായസം നന്നായിട്ട് തിളച്ച് നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ നല്ല പോലെ വറ്റിച്ചെടുക്കാൻ നോക്കരുത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പായസം കുറച്ച് നേരം ഇരിക്കുമ്പോൾ നന്നായിട്ട് കട്ടയാവും. അപ്പോൾ കുറച്ചൊരു ലൂസ് കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു പരുവത്തിന് വേണം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നല്ല പോലെ കട്ടിയാവും. ആ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടു, ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. നമ്മുടെ മധുരം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അവസാനമായിട്ട് ഇതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ വറുത്തൊന്ന് ഇടണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ച് കൊടുക്കുക. നെയ്യ് നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് കശുവണ്ടി ഇട്ട് കൊടുക്കുക. അതൊന്ന് ചെറുതായിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ മുന്തിരിയും കൂടെ, ഉണക്ക മുന്തിരിയും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട്
നമ്മുടെ ഉണക്കമുന്തിരി നല്ല ഗുണ്ടുമണികളാവുന്ന ആ ഒരു പരുവാകുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ പായസത്തിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ അടിപൊളി അവൽ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പായസമാണ്, അതേപോലെ തന്നെ നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ ഈ ഓണത്തിന് എല്ലാവരും ഈ ഒരു പായസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. അതിനു മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഫ്യൂച്ചറിൽ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് കിട്ടും. താങ്ക്